സുധീഷ്, ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെയൊക്കെയുള്ള ഒരു ആക്രമണങ്ങൾ അതൊക്കെ നടക്കുന്നുണ്ട്. അതിനൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശശി തരൂർ അധ്യക്ഷനായ പാർലമെൻ്ററി സമിതിയുടെ ഒരു റിപ്പോർട്ട്. അത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 1971 ശേഷം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ബംഗ്ലാദേശ് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു റിപ്പോർട്ടാണ് പാർലമെൻ്ററി സമിതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചൈനയും പാകിസ്ഥാനും ഇടപെടുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇസ്ലാമിസ്റ്റ് ഫോഴ്സസ് അവിടെ, തീവ്രവാദ ശക്തികളവിടെ അതിഭീകരമായ വിധത്തിൽ ശക്തി ആർജിക്കുന്നു. അതിനൊപ്പം തന്നെ LET എല്ലാ ഇന്ത്യാവിരുദ്ധ ശക്തികളും ബംഗ്ലാദേശിൽ ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണെന്നാണ് പാർലമെൻ്ററി സമിതി പറഞ്ഞിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഷേഖ് ഹസീനയുടെ മകൻ അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് വളരെ ശക്തമായ രീതിയിലുള്ളൊരു ത്രെറ്റ് ബംഗ്ലാദേശിൽ നിന്നുണ്ടാവുകയാണ് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് പാകിസ്ഥാനിലെ സെക്കൻഡ് ഇൻ കമാൻഡ് അന്ന് പറഞ്ഞതാണ്, ഇപ്രാവശ്യം ഞങ്ങൾ കിഴക്കുന്ന് വരും എന്ന്. സംഗതി ഇതെല്ലാം തുടങ്ങുന്നത് ഷെരീഫ് ഒസ്മാൻ ഹാദി എന്ന ഇൻക്വിലാബ് മഞ്ച എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവ് കൊല്ലപ്പെടുന്നതോടുകൂടിയിട്ടാണ്. ഇങ്ങേര് നേരത്തെ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാനായിട്ട് മുമ്പിൽ നിന്ന ആക്രമണം നടത്താനായിട്ടും ബഹളം ഉണ്ടാക്കാനായിട്ടൊക്കെ മുന്നിൽ നിന്ന ഒരാളായിരുന്നു. 3 ബൈക്കിൽ വന്ന 3 പേര് ഇങ്ങനെ വെടിവെക്കുന്നതോടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങുന്നത്. വെടിവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോകുന്ന ഒരു റിക്ഷയിലാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടോ. അത് വേറെ കഥ. എന്താണേലും ശരി, ആശുപത്രിയിലാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ധാക്ക മെഡിക്കൽ കോളേജിലാണ് ആക്കിയത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് സിംഗപ്പൂരിനുണ്ട്. സിംഗപ്പൂരിന് കൊണ്ടുപോകുന്ന സമയത്ത് ആണോ അത് അവിടെ ചെന്നിട്ടാണോ എന്നുള്ളത് അറിയാൻ വയ്യ. എന്താണെങ്കിലും ആൾ മരിച്ചു. ഈ ഒരു പ്രശ്നത്തിൻ്റെ അകത്താണ് ശരിക്കും പറഞ്ഞാൽ കത്തിക്കാനായിട്ടൊരു എനർജി കിട്ടിയത്. അതിൽ തുടങ്ങുന്ന പ്രശ്നങ്ങൾ പിന്നെ ബാക്കിയുള്ള പല പ്രശ്നങ്ങളുമായിട്ട് മാറി. ഡെയിലി സ്റ്റാർ പിന്നെ വേറൊരു പത്രം അവരുടെ ഓഫീസ് തല്ലിപ്പൊളിക്കുകയും തീയിടുകയും, കഴിഞ്ഞ ദിവസം ഭാലൂക്ക എന്ന സ്ഥലത്ത് ഒരു ദീപു എന്ന ഒരു ഹിന്ദു ആയിട്ടുള്ളൊരു മനുഷ്യനെ, എല്ലാ ദൈവങ്ങളും ഒന്നാണ്, അതിലേക്കുള്ള മാർഗങ്ങൾ മാത്രമാണ് വ്യത്യസ്തം എന്നോ മറ്റോ പറഞ്ഞു, അയാളെ നഗ്നനാക്കി തെരുവിലൂടെ ഓടിച്ചിട്ട് തല്ലിക്കൊന്ന് പിന്നെ കെട്ടിത്തൂക്കി, അത് കഴിഞ്ഞിട്ട് കത്തിച്ച്, അങ്ങനെയുള്ള ഘോരമായ അക്രമങ്ങളാണ് നടക്കുന്നത്. ഇതെല്ലാം ഒരു പ്രൊവൊക്കേഷന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഈ മൊത്തം പ്രശ്നവും അങ്ങനെ പല അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ അച്ഛൻ്റെ സ്ഥലം, അവിടെ മുഴുവൻ അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ബാക്കി പല സ്ഥലത്തും ഈ പറഞ്ഞ പോലെ തല്ലി തകർക്കലും ബഹളവും, ആൾക്കാരെ ഇങ്ങനെ പമ്പ് ചെയ്ത്, പല ഓർഗനൈസേഷൻസ് ആൾക്കാരെ ഇങ്ങനെ തെരുവിലിറക്കിയിട്ട് പമ്പ് ചെയ്ത്, അതായത് ഒരു പ്രാവശ്യം ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനായിട്ട് ഇറക്കിയ അതേ മോഡൽ ഇറക്കിയിട്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് മുഴുവൻ, അന്ന് ആൻറ്റി ഗവൺമെൻറ് ആയിരുന്നു മുദ്രാവാക്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് മുഴുവൻ ആൻറ്റി ഇന്ത്യയാണ്. ആൻറ്റി ഇന്ത്യ ആയിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തയ്യബ, അങ്ങനെ പല തീവ്രവാദി സംഘടനകളുടെയും തീവ്രവാദി ക്യാമ്പുകൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അസാധ്യമായ എന്താ പറയുക പൈസ അമേരിക്ക അവിടെ കൊണ്ട് ഇറക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ടർക്കി ടാങ്കുകൾ കൊടുക്കുന്നു. ഖത്തർ ഇൻവോൾവ് ആണ്. വൈദ്യുതി പറഞ്ഞ പോലെ സർവ്വ ആൻറ്റി ഇന്ത്യ ഫോഴ്സസും അവിടെ വന്ന് കൺവേർജ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ പ്രോ ഇന്ത്യ ഫോഴ്സസും അവിടെ വന്ന് കൺവേർജ് ചെയ്യുന്നുണ്ട്. FSB ഭയങ്കര ആക്റ്റീവാണ് ബംഗ്ലാദേശിൽ. റോ ഭയങ്കര ആക്റ്റീവാണ് ബംഗ്ലാദേശ്. ഇത് റോയുടെ ഒരു ഗോൾഡൻ കാലഘട്ടമാണ്. ഹമീദ് അൻസാരി ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒക്കെയാണ് റോയുടെ ഏറ്റവും വലിയ കഷ്ടകാലം പറയുന്നത്. പിന്നെ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആണ് മൊറാർജി ദേശായി ഉണ്ട്, ഐ കെ ഗുജറാൾ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ്. ആ സമയമൊക്കെ ആയിരുന്നു റോയുടെ ഏറ്റവും വലിയ കഷ്ടകാലം എന്ന് പറയുന്നത്. ഇത് റോയുടെ ഏറ്റവും വലിയ സുവർണ കാലഘട്ടമാണ്. റോയ്ക്കൊക്കെ ഫ്രീ പാസ്സാണ്. ഫ്രീ എത്ര ബഡ്ജറ്റ് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി, അതൊക്കെ അപ്പോഴേ അപ്രൂവ്ഡ് ആണ്. അപ്പോൾ റോയ് അവിടെ സ്ട്രോങ് ആണ്, അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. ഈ ഒരു സിറ്റുവേഷൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തെ പറ്റി MSS പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലപ്പെട്ട ഒസ്മാൻ ഹാദിയും യൂനിസുമായിട്ട്, ഇത് റൂമറാണ് ഒബ്വിയസ്ലി, പക്ഷേ MSSൻ്റെ അടുത്ത് നിന്ന്, ചൈനീസ് ചാരസംഘടനയായ MSSൻ്റെ അടുത്തുനിന്ന് വന്നിരിക്കുന്ന സംഗതിയാണ്. പക്ഷേ ഒബ്വിയസ്ലി തെളിവൊന്നുമില്ല.
അടുത്തുനിന്ന് വന്നിരിക്കുന്നതാണ്. ഒസ്മാൻ ഹാദിയും യൂനിസുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നെന്നും അവർ തമ്മിൽ ഹീറ്റഡ് ആയിട്ടുള്ള പല ആർഗ്യുമെൻറ്റുകളും പല സമയത്തായിട്ട് നടന്നിട്ടുണ്ടായിരുന്നുവെന്നും 40 ലക്ഷം ബംഗ്ലാദേശി ടക്ക അവിടുത്തെ ലോക്കൽ കറൻസി കൊടുത്ത് ഒരു ഫൈസൽ എന്ന് മറ്റോ പറഞ്ഞ ഒരാളെ പേര് പറഞ്ഞു ഒരാളെ കോൺട്രാക്റ്റ് കൊടുത്ത് അയാളാണ് ഈ ഒസ്മാൻ ഹാദിയെ തട്ടിയതെന്നുമാണ് MSS പറയുന്നത്, ചൈന പറയുന്നത്. ഇതും സംഭവ്യമാണ്. കാരണം ഈ ഒസ്മാൻ ഹാദിയെ കൊല്ലുന്ന അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്താ വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. മൊത്തം എന്താ പറയുക, മെഷീനറി ആക്റ്റീവായിട്ട് തന്നെ റോളിംഗ് ആണ്. ആൻറ്റി ഇന്ത്യ സ്ലോഗൻസ് അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ലക്ഷ്യം എന്താണെന്നുള്ളത് ഏകദേശം മനസ്സിലായി. ഒരു രക്തസാക്ഷി ഉണ്ടാക്കുക, അത് വെച്ച് ഇന്ത്യക്കെതിരെ ജനവികാരത്തെ ഇളക്കി വിടുക. ഇന്നിപ്പോൾ വേറൊരു സംഗതി കൂടെ കേട്ടു, ഇന്ത്യൻ അതിർത്തിയിലേക്ക് ബംഗ്ലാദേശി ജനങ്ങൾ ലോങ് മാർച്ച് നടത്തുന്നു. അതായത് മാർച്ച് ചെയ്ത് ഒരു വലിയ ജനക്കൂട്ടം ഇന്ത്യൻ അതിർത്തിയിലേക്ക് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ജനക്കൂട്ടം അക്രമാസക്തമായ ഒരു ജനക്കൂട്ടമാണ്, പക്ഷേ നിരായുധരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പട്ടാളക്കാർ പോലും വെടിവെക്കാനായിട്ട് മടിക്കും. അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടാക്കുന്നത്. അവരുടെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ ശരിയാണ്, യാതൊരു പ്രശ്നവുമില്ല. കമ്പുമില്ല, കട്ടയില്ല, തോക്കുമില്ലാതെ നിരായുധരായ എന്നാൽ അക്രമാസക്തമായ ഒരു ജനക്കൂട്ടം തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഏത് പട്ടാളം എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് വിഷമിക്കുന്നൊരു സിനാരിയോ വരും. അങ്ങനെ ഒരു സിനാരിയോ ഇനി ഇവിടെ ക്രിയേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ ഈ ലോങ് മാർച്ച് എന്ന് പറഞ്ഞ സംഗതി, അതിൻ്റെ അകത്ത് ആൾക്കാർ വലിയ മാർച്ച് ചെയ്യാൻ തുടങ്ങുന്നു എന്നൊക്കെ പല ചാനലിലും കേൾക്കുന്നു. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഫെബ്രുവരിയിൽ 2026 ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടക്കണം. ഒരു കാര്യം വയത്തിന് അറിയാമല്ലോ, ഈ അമേരിക്കയ്ക്ക് ഒരിക്കലും ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അവർക്ക് ഇഷ്ടമല്ല. കാരണം ഒത്തിരി പേരോട് ഉത്തരം പറയേണ്ടി വരും. നേരെ മറിച്ച് ഇപ്പോൾ ഇവിടെയുള്ളതൊരു പാവ സർക്കാരാണ്. പാകിസ്ഥാനിലുള്ള അസിം മുനീർ എന്ന് പറയുന്ന ഒരു പട്ടാള തലവനാണ്. അതൊരു ഡിക്റ്റേറ്റർഷിപ്പ് പോലെ തന്നെയാണ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരാളോട് ഉത്തരം പറഞ്ഞാൽ മതി. ഈ യൂനിസിന് പ്രത്യേകിച്ച് ആരോടും വലിയ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അവിടെ ഒരു പാർലമെൻറ്റില്ല, ഒന്നുമില്ല. ചോദിക്കാനും പറയാനും സത്യം പറഞ്ഞാൽ ആളില്ലാത്തൊരവസ്ഥ. ഇലക്ഷൻ നടക്കാതിരിക്കുക എന്നുള്ളത്, അയാളുടെ സ്ഥാനം പോലും എന്തുവെന്ന് അയാൾക്ക് പോലും അറിയില്ല. അതാ പറഞ്ഞത്, അയാൾ എന്താണെന്ന് അയാൾക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല, ആർക്കും അറിയില്ല. അയാളിപ്പോൾ അവിടെ നിന്നിട്ടുണ്ട്. അയാൾക്ക് പട്ടാളത്തിൻ്റെ മേൽ കൺട്രോളില്ല, ഒന്നിൻ്റെ മേൽ കൺട്രോളില്ല എന്നാണ് പറയുന്നത്. അവിടുത്തെ ലോക്കൽ, നേരത്തെ പറഞ്ഞല്ലോ, ലോക്കൽ നീതി നിയമ വ്യവസ്ഥ, ലോ ആൻഡ് ഓർഡർ എല്ലാം തകർന്നിരിക്കുകയാണ്. ധാക്ക പട്ടണത്തിൻ്റെ 10 കിലോമീറ്റർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പോലും പിന്നെ അവിടെ എന്താ പറയുക, പോലീസോ അങ്ങനെയുള്ളൊരു സംഗതിയോ ഇല്ല. ധാക്കയിൽ ടൗണിൽ തന്നെ പോലീസിന് ഒന്നും വലിയ ഇതൊന്നുമില്ല. ഇന്നലെ ഡെയിലി സ്റ്റാറിൻ്റെ പത്രം ഓഫീസ് തല്ലി തകർക്കാനും കത്തിക്കാനും ഒക്കെ ആയിട്ട് അക്രമകാരികൾ എന്ന് ചെയ്യുമ്പോഴത്തേക്ക് അതേ ഒരു 20 മിനിറ്റ് സമയം നമുക്ക് തരണമെന്ന് പറഞ്ഞ് പ്ലീഡ് ചെയ്യുന്നൊരു ബംഗ്ലാദേശി ആർമിയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ അങ്ങനെ പ്ലീഡ് ചെയ്യുന്നൊരു ആർമിയാണ് നിലവിലുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ആർമി പോയി നിൽക്കുന്നത്. പോലീസിൻ്റെ കാര്യം പറയുകയും വേണ്ട. ഇന്നിപ്പോൾ അൺറേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ, പിള്ളേരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ചുകൊണ്ട് പോകുന്ന പോലീസിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. ഏതോ ഒരു സ്ത്രീയെ അന്വേഷിച്ച് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരെ കണ്ടില്ല, അവരുടെ മകനെ എടുത്തുകൊണ്ട് പോകുന്നു. അത് ആ ചെക്കനെ എന്താ പറയുക, കയ്യാമം വെച്ചാണ് കൊണ്ടുപോകുന്നത്. അൺറേസ്ഡ് ആയിട്ടുള്ള പ്രായപൂർത്തിയാകാത്തൊരു 14 വയസ്സ് കാണുമായിരിക്കും അപ്പോൾ ഇതിന്, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനാണ് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ. ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഷേഖ് ഹസീന ഇത് ഈ രാഷ്ട്രത്തിൻ്റെ ചുമതലയിൽ, ബംഗ്ലാദേശിൻ്റെ ചുമതലയിലിരിക്കുന്ന സമയത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരുപാട് നേതാക്കന്മാരെ അവരുടെ 1971 യുദ്ധക്കുറ്റം ആരോപിച്ചുകൊണ്ട് കോടതി വിധിക്കുകയും അവരെ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അന്ന് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി, കേരളത്തിലെ GIO ആണോ SIO ആണോ, എനിക്ക് പോസ്റ്റർ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് അത് പറയുന്നത് രക്തസാക്ഷിത്വത്തെ ഏൽക്കാൻ തയ്യാറായി നിൽക്കുന്നവരെ, പെരുവിരൽ കുത്തി ഉയർന്നു നിൽക്കുന്നവരെ പേടിപ്പിക്കുന്നോ ഹസീനെ എന്ന് ചോദിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ നിന്ന് അവരുടെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. സാധാരണ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്താണ്? ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി വേറെ, പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി വേറെ, ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ, വളരെ ജനാധിപത്യപരം. പിന്നെ കാശ്മീരിലൊരു ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, എന്തോന്ന് ചോദിച്ചാൽ അവർ പറയുകയില്ല. ഈ ഹുക്കുമത്തുല്ലാഹി ഉണ്ടാക്കാൻ നടക്കുന്ന ജമാഅത്തെ ഒരേ ആള് തന്നെയാണ്. അതൊക്കെ തന്നെയല്ലേ ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ. മൗദൂദിയുടെ സ്വന്തം ടീം തന്നെയാണ് ഇതെല്ലാം.
ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നിട്ട് പക്ഷേ ഈ സംഭവം വന്ന സമയത്ത് ഇവർ പോസ്റ്റർ ഇറക്കി. എനിക്ക് തോന്നുന്നു GIO ആയിരിക്കണം, അതോ SIO ആണ്, ഏതോ ഒരെണ്ണം. അപ്പോൾ ഇവരുടെ ഒരു യുവ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘം പേടിപ്പിക്കല്ലേ ഹസീന എന്ന് പറഞ്ഞായിരുന്നു ആ പോസ്റ്റർ. എനിക്കിപ്പോഴും ഓർമ്മ. അല്ല, അതിന്റെ പകരം ജമാഅത്തെ ഇസ്ലാമി വീട്ടിയല്ലോ. ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നല്ലോ ഷെയ്ഖ് ഹസീനെ പുറത്തിയാടിയാനായിട്ട് ഏറ്റവും മുമ്പിൽ നിന്നത്. ഈ പ്രക്ഷോഭവും കലാപവും ഉണ്ടാക്കാനായിട്ടും ജനങ്ങളെ തെരുവിലിറക്കാനായിട്ടും ഷെയ്ഖ് ഹസീനയുടെ റെസിഡൻസ് പോലും വാൻഡലൈസ് ചെയ്യാനായിട്ടും അവരുടെ എന്താ പറയുക ഉടുപ്പുകളൊക്കെ എടുത്ത് പൊക്കി കാണിച്ചുകൊണ്ട് എന്താ പറയുക എന്തോ നേട്ടം പോലെ പൊക്കി എടുത്തുകൊണ്ട് നടക്കാനായിട്ടും ഒക്കെ ആളെ ഇറക്കി വിട്ടതാരാ? ജമാഅത്തെ ഇസ്ലാമി അല്ലേ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അല്ലേ ഇപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഈ ലഷ്കർ എ തോയ്ബ ആണെങ്കിലും ശരി, ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും ശരി, ഇവരൊക്കെ ജമാഅത്തെ ഇസ്ലാമി പറയുന്നിടത്ത് നിൽക്കൂല്ലേ. ISI അവിടെ വന്ന് നല്ല ഇത് ഉണ്ടാക്കുന്നുണ്ട്. ISIക്ക് എന്താ വേണ്ടത്? ISIയുടെ ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴക്ക് കൂടി ഒരു ഗാസ ഉണ്ടായാൽ, കിഴക്ക് കൂടി ഒരു ഗാസ ഒരു പ്രശ്നബാധിത പ്രദേശമായി, അങ്ങനെ ഒരു പ്രശ്നബാധിത പ്രദേശമായിട്ട് ബംഗ്ലാദേശ് മാറിക്കഴിഞ്ഞാൽ കാശ്മീരിലും നോർത്തിലും നോർത്ത് വെസ്റ്റിലും ആയിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന ട്രൂപ്പിന്റെ എണ്ണം കുറയുമെന്നൊരു വ്യാമോഹമാണ്. മനസ്സിലായോ? നമ്മൾ നേരത്തെ 3.5 ഫ്രണ്ട് എന്ന് പറഞ്ഞത് അതിന്റെ കഥയാണ്. കാരണം ഇനിയിപ്പം ആ പടം മിച്ചം ചൈന ഹിമാലയത്തിൽ കൂടെ കയറി വരിക എന്നുള്ളേ ഉള്ളൂ. അതും കൂടി ഒരു പ്രശ്നബാധിത ഇതായി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ട്രൂപ്പിന്റെ എണ്ണം കുറയും എന്നുള്ളതാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനാണ് നമ്മൾ അഗ്നിവീർ എടുത്തിരിക്കുന്നത്. കാരണം അഗ്നിവീറിൻ്റെ ആ ഒരു പ്രപ്പോസൽ വരുന്ന സമയത്ത് അന്ന് ഇന്ത്യൻ ആർമിയിൽ എടുത്തുകൊണ്ടിരുന്ന ജവാന്മാരുടെ 4 ഇരട്ടി ആൾക്കാരെ എടുത്തിട്ട് നമ്മൾ എന്താ പറയുക അതിൻ്റെ അകത്തുനിന്ന് വേണ്ടാത്തവരെ കുറച്ച് വർഷങ്ങൾ 4-6 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരെ എന്താ പറയുക അവർക്ക് പിരിഞ്ഞു പോകാനുള്ളൊരു അവസരം കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇന്നുവരെ ആരും പിരിഞ്ഞു പോയിട്ടില്ല. ചെറിയൊരു വ്യത്യാസമുണ്ട് സാറേ. ഇന്നുവരെ ആരും പിരിഞ്ഞു പോയിട്ടില്ല. ഏതെങ്കിലും ഒരു ബാച്ച് എങ്കിലും അഗ്നിവീർ പുറത്തോട്ട് വന്നോ? ഇല്ലല്ലോ. അതായത് നമ്മൾ ഈ കണ്ട വർഷം മുഴുവൻ നമ്മൾ 4 ഇരട്ടിയാണ് സാധാരണ അത്രയും നാളും റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ 4 ഇരട്ടി പട്ടാളക്കാരെയാണ് റിക്രൂട്ട് ചെയ്യുന്നതും ട്രെയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഏത്? അതെ. സംഗതി ഇപ്പോഴും മറ്റേ ആ കോവിഡ് കാലത്ത് ഒരു 2020 മുതൽ ഇങ്ങോട്ട് കുറേ വർഷങ്ങൾ, ഒരു 3-4 വർഷങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ഇല്ലാതെ റിട്ടയർമെൻറ്റ് മാത്രമായിട്ട് ഇന്ത്യൻ പട്ടാളം പോയി. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടാണ് ഈ 4 ഇരട്ടി ആൾക്കാരെ എടുക്കുന്നതും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയത്. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ആ ഒരു പ്രോസസ്സ് 4 ഇരട്ടി എന്നുള്ളത് കുറയുന്നില്ല. ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടെ മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കൂടുതലാവുകയുള്ളൂ. ആള് സർപ്ലസ് ആയിട്ടേ വരുള്ളൂ. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു 3.5 ഫ്രണ്ടിൻ്റെ അകത്തെ 3 ഫ്രണ്ടിനെയും കവർ ചെയ്യാനുള്ള പട്ടാളക്കാരെ നമുക്കാവും. അതെ. അല്ല, ഇതിൽ നേരത്തെ പാർലമെൻ്ററി സമിതിയുടെ റിപ്പോർട്ട് നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ സമീപനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അടുപ്പ് കൂട്ടി ചർച്ചക്കാരും ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും എന്തായിരിക്കും, മാധ്യമം ഉൾപ്പെടെ എന്തായിരിക്കും ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ചെയ്യുക? എന്തായിരിക്കും ഇവിടെ പ്രൊപ്പഗേറ്റ് അല്ല ഇപ്പോൾ അവരുടെ അതായത് ഇവർ ബംഗ്ലാദേശിൽ ഉയർത്തുന്ന അതേ പോയിന്റ് തന്നെയായിരിക്കും ഇവിടെയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സംശയമില്ല. ഹാദിയെ കൊന്നത് ഇന്ത്യ. അതെ. അപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന അത് ന്യായമായ കാര്യമല്ലേ? പ്രതിഷേധിക്കുന്ന ജനങ്ങൾ എന്നല്ലേ പറയുള്ളൂ. ഷേഖ് ഹസീനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ വരെ പറഞ്ഞായിരുന്നു. അത് ഇനിയും പറയുകയും ചെയ്യും. ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചോറിവിടാ കൂറെവിടാന്നുള്ളത് അവർക്കും അറിയത്തില്ല, നാട്ടുകാർക്കും അറിയത്തില്ല. അതാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. ഭാരതത്തോട് കൂറുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഏതായാലും പറയില്ല, ഈ കഥകളൊന്നും പ്രൊപ്പഗേറ്റ് ചെയ്യില്ല. ഇവരുടെ കൂറൊന്നും ഭാരതത്തോടോ ഈ മണ്ണിനോടോ അല്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊപ്പഗേഷനൊക്കെ ഉണ്ടെങ്കിലേ ഇന്ത്യക്കകത്ത് ആൾക്കാരെ ഇളക്കി വിടാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? നമ്മളൊന്നാമത്തെ കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. ഈ ഹാദിയെ കൊന്നത് നമ്മളല്ല, ഭാരതമല്ല, റോയല്ല. ആ പാടെ അയാൾ പറഞ്ഞെന്ന് പറഞ്ഞു എന്താ ഗ്രേറ്റർ ബംഗാൾ എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റും കൂടെ കട്ട് ചെയ്ത് കളയും എന്നാണ്. അതവനല്ല ആര് പറഞ്ഞാലും ശരി പാപ്പോ. അതിലൊന്നും നമുക്കൊരു പേടിയില്ല. നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിലല്ലേ അത് പറഞ്ഞ് 3ാമത്തെ നാളിൽ നമ്മൾ അവിടെ ആളെ വിട്ടിട്ട് ഇത് അവനെ തട്ടിക്കളേണ്ട ആവശ്യമുള്ളൂ. അത് നമുക്ക് ഇൻസെക്യൂരിറ്റി ഇല്ലെന്നേ.
നമുക്ക് യാതൊരു രീതിക്കും അത് ഇൻസെക്യൂരിറ്റി ഇല്ല. നമ്മൾ ഓൾറെഡി മറ്റേ ത്രിപുര ആ സൈഡിൽ നമ്മളൊരു ഗാരിസൺ നേരെ ഇവൻ്റെ ചിറ്റഗോങ് കട്ട് ചെയ്യാൻ പാകത്തിന് അവിടെ കൊണ്ട് വെക്കാൻ പോകുന്നുണ്ട്. 17 മൗണ്ടൻ കോർ അതിൻ്റെ സർവേ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് ഇവൻ്റെ നെക്ക് കട്ട് ചെയ്യുന്നത് ആ ചിറ്റഗോങ്ങിൻ്റെ തൊട്ട് മുകളിൽ ത്രിപുരയും താഴെ, ത്രിപുരയും പോട്ടെ, മേഘാലയം താഴെ അവിടെ വെച്ചിട്ട് ഈ സാധനം കട്ട് ചെയ്യേണ്ട. അവിടെയാണ് ഏറ്റവും വീതി കുറഞ്ഞത്. എന്നാൽ ആ ചിറ്റഗോങ് ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ആവുള്ളൂ. അതിനുള്ള പണി നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് അവിടെ ഒരിടപെടൽ വരുന്നുണ്ട്. അതിന് പ്ലാനിങ് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സിലിഗുരി കോറിഡോറാണ്. സിലിഗുരി കോറിഡോർ നോക്കാൻ നമുക്കറിയാം. ഡോണ്ട് വറി അബൌട്ട്. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ മിക്കവാറും ഡിസംബർ മാസത്തോട് ചേർന്ന് നമ്മൾ പ്രശ്നങ്ങൾ നേരിടുമെന്ന് പറഞ്ഞിരുന്നു. ഏകദേശം ആ ഒരു ഘട്ടത്തിലേക്കാണ്. കാര്യം ഇവരുടെ ഒരു ഇസ്ലാമിസ്റ്റ് അപ്രൈസിങ് ബംഗ്ലാദേശിലെ അത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്നെങ്കിൽ ഇന്ത്യക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല എന്നുള്ള ഘട്ടത്തിലേക്ക് ചിലപ്പോൾ എത്തിയേക്കും. മാനുഫാക്ചേർഡ് ഇസ്ലാമിസ്റ്റ് അപ്രൈസിങ്. അതെ, ഇത് ഇസ്ലാമിസ്റ്റ് അപ്രൈസിങ് അല്ല, മാനുഫാക്ചേർഡ് ഇസ്ലാമിക് അപ്രൈസിങ് ആണ്. ഇത് മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ അകത്ത് ബംഗ്ലാദേശിന് ഗുണമുണ്ട്, യൂനിസിൻ്റെ ഗുണം. ഇലക്ഷൻ ഓർഡറിങ്ങും ഇപ്പോൾ ഈ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കാലാവസ്ഥയിൽ ഈ സമയത്ത് എങ്ങനെ ഇലക്ഷൻ നടക്കുന്നതെന്ന് ആർക്കും ചോദിക്കാം. ഇലക്ഷൻ അനിശ്ചിതമായിട്ട് നീട്ടിവെക്കാം. 1. 2, അമേരിക്കയ്ക്ക് ആ ഏരിയയിൽ മ്യാൻമാറിലും നമ്മുടെ നോർത്ത് ഈസ്റ്റിലും ആയിട്ട് അമേരിക്കയ്ക്ക് കുറേ പണി ചെയ്യാനുണ്ട്. അതൊന്നും ഒരു ജനാധിപത്യ സർക്കാർ അവിടെ നിലവിൽ വന്ന് അത് നടക്കുന്ന കാര്യമല്ല. പാകിസ്ഥാന് ഇവരെ ഇവിടുന്ന് മൂപ്പിച്ച് നമ്മുടെ അറ്റൻഷൻ കിഴക്കോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു താല്പര്യമുണ്ട്. എന്നിട്ട് വേണം അവർക്കിവിടെ ഇപ്പുറത്തെ സൈഡിൽ ചൊറിയാനായിട്ട്, വടക്ക് പടിഞ്ഞാറ് അവർക്ക് ചൊറിയാനായിട്ട്. പിന്നെ ടർക്കിയുടെ പ്രശ്നം എന്താണെന്ന് ടർക്കിക്ക് മാത്രമേ ഉള്ളൂ ഇന്നുവരെ എനിക്ക് മനസ്സിലായിട്ടുള്ള. സോറി, ഞാൻ കുറേ മാസങ്ങളായിട്ട് ഈ ടർക്കിക്ക് എന്താ പ്രശ്നം, ടർക്കിക്ക് എന്തെന്നാ ഇനി മാത്രം സൂക്കേടെന്നുള്ളത് ഞാൻ കുറേ നാളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് പറഞ്ഞു തരണം പ്ലീസ്. ടർക്കിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഖത്തർ പിന്നെ വിട്ടേര്, അത് ആ പഴയ ആ ഒരു വഹാബി ചിന്തയുടെ ബാക്കിയാണ്. അത് അങ്ങനെയാണെന്നങ്ങ് വിട്ടേക്കാം, ക്ഷമിച്ചു. പക്ഷേ പിന്നെ ഉള്ളത് ചൈനയാണ്. ചൈനയ്ക്ക് ബംഗ്ലാദേശിൽ വേറൊരു മനുഷ്യൻ കയറുന്ന ചൈനയ്ക്ക് ഇഷ്ടമല്ല. ഏതാണ്ട് ബംഗ്ലാദേശ് ചൈനയുടെ പ്രോപ്പർട്ടിയാണ് എന്നുള്ള ഒരു ചിന്ത ചൈനയ്ക്കുണ്ട്. പക്ഷേ ചൈനയെ സംബന്ധിച്ചൊരു കാര്യം, ചൈന നോക്കിക്കണ്ടേ കളിക്കുള്ളൂ, ചുമ്മാതെ കൈപൊള്ളുന്ന പരിപാടിക്കൊന്നും ചൈന. പക്ഷേ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഈ MSSൻ്റെ അത് യൂനിസും ഇവരുമായിട്ടുള്ള ഇതുകൊണ്ട് യൂനിസ് തന്നെ തട്ടിയതാണെന്നാണ് ചൈന ഇപ്പോൾ പറയുന്നത്. ആ കൂടുതൽ അമേരിക്ക കാശ് ഇറക്കുന്നുണ്ട്, അപ്പോൾ അമേരിക്ക അതിൻ്റെ അത് സ്റ്റേക്ക് ഉണ്ടെന്നുള്ളത് ചൈന പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ഇന്ത്യക്ക് ഇതിൻ്റെ അകത്ത് പങ്കില്ലെന്നുള്ളതിന് തെളിവും കൊണ്ടാണ് ചൈന പുറത്തോട്ട് വരുന്നത്. മനസ്സിലായോ? ചൈന ഒരു പരിധിവരെ ഇന്ത്യയെ അതിൻ്റെ അകത്ത് അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യക്ക് പ്രോ ഇന്ത്യ ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരു പരിധിവരെ ചൈന ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്. ബാക്കി ഇന്നുവരെ ബംഗ്ലാദേശിൽ എടുത്തിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും ചൈന പ്രോ ഇന്ത്യ ആറ്റിറ്റ്യൂഡ് എടുത്തിട്ടില്ല. അല്ലാതെ അമേരിക്ക വന്നുകൊണ്ടാണ് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ചൈനയ്ക്ക് വേറെ ഗതിയില്ലാഞ്ഞിട്ടാ ഇങ്ങനൊരു പ്രോ ഇന്ത്യ ആറ്റിറ്റ്യൂഡ് എടുക്കുന്നതും. ഒന്ന് ഒരുമിച്ച് നിൽക്കാനായിട്ടൊരു സംസാരം അവിടെ നടന്നിട്ടുണ്ടാവണം, അറ്റ്ലീസ്റ്റ് ബംഗ്ലാദേശിലെങ്കിലും ഒരു സഹകരണം എന്ന രീതിക്ക്. പക്ഷേ ചൈന ഇപ്പോഴും വിശ്വസിക്കാൻ കൊള്ളില്ല. അത് ചൈന എപ്പോഴും വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ, അപ്പോൾ അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 2008 ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ചില പ്രശ്നങ്ങൾ, സ്ഫോടനങ്ങൾ, മുംബൈ അറ്റാക്ക്, ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ വളരെ കാര്യമായ രീതിയിൽ ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ ശക്തമായ നുണപ്രചാരണങ്ങൾ, അതായത് കോൺസ്പിരസി തിയറീസ് ഇഷ്ടം പോലെ ഇറങ്ങിയിരുന്നു. ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒരു സൈഡിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺസ്പിരസി തിയറീസ് ഇന്ത്യക്കെതിരെ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കോൺസ്പിരസി തിയറികൾ ഇനിയും ഇറക്കും. പഴയ പോലെ അത് ക്ലച്ച് പിടിക്കുമെന്ന് എനിക്ക് നല്ല സംശയമാണ്. കാരണം ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട കുറച്ച് ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരുടെയൊക്കെ മുമ്പിലോട്ട് ഈ സത്യം ചെന്നു. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ, ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ വീക്കിലിയിൽ, മാഗസിനിലൊക്കെ ആയിരുന്നു ഈ സംഗതികൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. മുഖപുസ്തകം ആയിക്കോട്ടെ, ബാക്കിയുള്ള യൂട്യൂബ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഡിജിറ്റൽ മീഡിയ വഴി ജനങ്ങളിലേക്ക് സത്യം കുറേ കൂടെ ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. ഒരു പത്രമോ
വീക്കിലിയോ മൂടി വയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മൂടി വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തെളിവുകൾ വെളിവായി വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളൊരു വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഈ കോൺസ്പിരസി തിയറി ഇറക്കിക്കൊണ്ട് അന്ന് തന്നെ ഞാൻ പറയട്ടെ 2012 അല്ലെങ്കിൽ 2013 ഒക്കെ തന്നെ ഈ കാർക്കറയെ കൊന്നതാര് എന്ന പുസ്തകമൊക്കെ വലിച്ചു കീറി എഴുതി ഒട്ടിക്കാനായിട്ട് തന്നെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ ഇന്നത്തെ കാര്യം പിന്നെ പറയുകയും വേണ്ടല്ലോ. ആ ഒരു പരിപാടി ഇനി നടക്കുമല്ലോ ആയത്. കാരണം ആ ഒരു മൂഡല്ല ഇപ്പോൾ. ആ മൂടതല്ല, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു വർക്കിംഗ് സ്കെൽട്ടൺ ഉണ്ടായിരുന്നത് ഇല്ലാതെയായി തുടങ്ങി. അത് പതിയെ ശിഥിലമായി തുടങ്ങി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ കള്ളങ്ങൾക്ക് അരുപിടിക്കുന്ന പരിപാടി ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. ഇല്ലെന്നല്ല, ഉണ്ട്. എന്നാലും പഴയ അത്ര ഒരു ഊർജം പോരാ. ആ കാർക്കറയെ കൊന്നതാരെന്ന് പറഞ്ഞ പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് നടന്ന ആ ഒരു ഊർജ്ജത്തിലൊന്നും ഇവരുടെ കോൺസ്പിരസി തിയറി ആരും കൺസ്യൂം ചെയ്യുന്നില്ല. എസ്പെഷ്യലി ലെഫ്റ്റും റൈറ്റും. കോൺഗ്രസ് ആയിക്കോട്ടെ ലെഫ്റ്റ് ആയിക്കോട്ടെ, പഴയ ഒരു ഊർജ്ജത്തിൽ, കോൺഗ്രസിന് ഇപ്പോഴും വെളിവ് വീണിട്ടില്ല, പക്ഷേ ലെഫ്റ്റിന് കുറച്ചുകൂടി ഒന്ന് വെളിവ് വീണിട്ടുണ്ട്. പഴയ ഒരു ഊർജ്ജത്തിൽ ഈ കോൺസ്പിരസി തിയറി ഒന്നും പൊക്കിക്കൊണ്ട് നടക്കുന്നില്ല ഇപ്പോൾ. അത് മാത്രമല്ല, നാഷണലിസ്റ്റ് ഫോഴ്സസ് അത്രത്തോളം ശക്തവുമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതെ, അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമൊന്നും പഴയ ഒരു രീതിയിൽ ക്ലച്ച് പിടിക്കില്ല പറഞ്ഞത് ശരിയാണ്. പക്ഷേ എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും. അല്ല, പ്രതീക്ഷിക്കല്ല, അത് ഉറപ്പാണത്. പക്ഷേ അതിനൊരു വിജയം ഉണ്ടാവില്ല എന്ന് മാത്രം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് എവിടെ ഉപയോഗിക്കുന്നതെന്നറിയാമോ? ഈ വോട്ട് ചോദിച്ച് വീടുകളിൽ ചെല്ലുന്ന ഒരവസ്ഥ വരും. അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട്. വീട്ടിൽ ചെന്ന് വീട്ടിലിരുന്ന് അവിടെ ഇരുന്നിട്ടാണ് ഈ പ്രൊപ്പഗേഷൻ മുഴുവൻ നടക്കുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ എതിര് പറയാനൊരു മനുഷ്യൻ വരില്ല. എതിര് പറയാനായിട്ട് അവിടെ ഒരു മനുഷ്യനും വരില്ല. അവർ ഈ പറഞ്ഞ പോലെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടല്ലോ, ഇങ്ങനെയല്ലല്ലോ സത്യം എന്ന് പറയാനും അവിടെ ആരും ഉണ്ടാവില്ല. അങ്ങനെയുള്ള വീടാന്തരം കയറിയുള്ള പ്രചരണ കാലത്ത് ഇത് വർക്ക് ചെയ്യും. കുറേ മനുഷ്യരെങ്കിലും അങ്ങനെ വഴിതെറ്റിക്കാൻ പറ്റും. എന്തായാലും നമുക്ക് താമസിയാതെ തന്നെ അടുപ്പ് കൂട്ടി ചർച്ചകൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും സിമ്പിളായിട്ടൊരൊറ്റ കാര്യമേ ഉള്ളൂ. അതായത് ഷേഖ് ഹസീന ഇന്ത്യക്ക് അനുകൂലമാണ്, അവാമി ലീഗ് ഇന്ത്യക്ക് അനുകൂലമാണ്, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യക്കെതിരാണ്, ഷേഖ് ഹസീനയ്ക്കെതിരാണ്. ഈ കാര്യം മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി. തീർച്ചയായിട്ടും.